കൊള്ളാല്ലേ? എടാ നോക്കി, നമുക്കിത് ചെയ്യണോ? ഏ? അമ്മയാണെങ്കിൽ ഇപ്പൊ തന്നെ വന്ന് ആകെ നെഗറ്റിവ്. ആ പിന്നെ നിന്റെ അമ്മയ്ക്ക് എന്തോ പ്രശ്നമില്ലാത്തത്? എന്ത് ചെയ്താലും പ്രശ്നമാണ്. ഇതൊക്കെ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. എന്നാലും വന്ന് നെഗടിപ്പിച്ചപ്പോ ഒരുമാതിരി ആയിപ്പോയി. എന്തു പറഞ്ഞമ്മ? നീ ഒന്നും പണ്ടില്ലല്ലോ അവള് നിക്ക് ചെയ്ത് ആകെ പ്രശ്നമായത്. നിക്ക് ചെയ്ത് എന്ത് പ്രശ്നമായി? അതിനകത്ത് കുറെ അമ്മയ്ക്കും അച്ഛനും ബുക്കും ഒക്കെ കുറെ കമന്റ് ഒക്കെ വന്നു. അതിൽ പിന്നെ ഇവർക്ക് പേടി, മോശമായിട്ടുള്ള കുറെ കമന്റ് ഒക്കെ വന്നു. പിന്നെ കുറച്ച് കമന്റ് വന്നപ്പോ എന്തോ ആകർഷണം പറഞ്ഞു. അമ്മ ഇങ്ങനെ എന്തോ ചെയ്യാൻ എന്തേലും നോക്കിയിരിക്കും. എടാ നിന്റെ അമ്മയുടെ കാര്യം നോക്കിയിട്ട് ഒന്നും നടക്കില്ല, എനിക്ക് ഓൾറെഡി അറിയാം. എനിക്കും താല്പര്യമുണ്ട്. ഇതിപ്പോ വന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതെ, ഞാനൊരു കാര്യം പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ അമ്മേനെ ഉൾപ്പെടുത്തി അടുത്തൊരു വ്ളോഗ് ചെയ്യാം. അപ്പൊ അമ്മയ്ക്ക് കുറച്ച് നല്ല കമന്റ് ഒക്കെ വരുമ്പോൾ അമ്മ സെറ്റ് ആവും. നീ അത് വിട്ടെ, നമുക്ക് നമ്മുടെ കമന്റ്സ് നോക്കാം. അമ്മയുടെ കുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. നന്നായിരിക്കും. കമന്റ് ഉണ്ടോ നോക്കട്ടെ. കൊള്ളാലോ. നിഖിൽ ഇസ് എ ക്യൂട്ടി. നീ ഒന്നെടുത്ത് ചെക്ക് ചെയ്യ്. നീ കണ്ടില്ലായിരുന്നോ? അല്ല, ഞാൻ സെൽഫി നോക്കാൻ പോകുന്നത്. അപ്പൊ കൊള്ളാം കേട്ടോ സ്റ്റൈല്. ഇത് കണ്ണാടി വെക്കാനിട്ട് ഇങ്ങനെ വല്ല കൂളിംഗ് ഗ്ലാസ് വെച്ചായിരുന്നെങ്കിൽ പിന്നെ. എന്നിട്ട് അടുത്ത നിനക്കൊന്നുമില്ലല്ലേ? ഹാൻസം. ഞാൻ ഇത്രയൊന്നും ഫാൻസ് ഉണ്ടാവും വിശ്വസിക്കാൻ പറ്റിയല്ല. അപ്പൊ ഇനി കണ്ണാടി അടുത്തത് ഞാൻ വയ്ക്കും. കൂളിംഗ് ഗ്ലാസ് ഒരെണ്ണം ഓർഡർ ചെയ്യണം. എന്നിട്ട് സബ്സ്ക്രൈബർ എത്ര? 5-6 ഞാൻ നേരത്തെ നോക്കിയപ്പോ. ഇപ്പൊ 14 കയറി വരുന്നുണ്ട്. 14 × 10 എത്രടേ? കുറെ ആവുന്ന തോന്നുന്നു കേട്ടോ. എന്നിട്ട് ആ 2 കമന്റേ ഉള്ളൂ ഹസ്ബൻഡിനെ കുറിച്ച്? ഇല്ല, കുറച്ചധികം ഉണ്ട്. ഉണ്ടോ? അതൊന്നും ഡിലീറ്റ് ചെയ്യല്ലേ കേട്ടോ. അതൊക്കെ വേണം അമ്മയെ കാണിക്കാൻ. അതവിടെ കിടക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്കെടുത്ത് കാണണം. നിനക്കൊന്നും ഇല്ലല്ലേ കമന്റ്? എനിക്ക് ഉണ്ട്. എന്തുവാ? അവളെ മാറ്റി നിർത്തിയാൽ നിന്റെ ഫ്രെയിം ഗംഭീരമായി. അങ്ങനെയൊന്നും അല്ല, എന്റെ പ്രസന്റേഷൻ ഒക്കെ കൊള്ളാന്ന്. എന്ത് പ്രസന്റ് ചെയ്തെന്നാ? ഞാനല്ലേ ഫുൾ പ്രസന്റ് ചെയ്തേ. അത് ഞാനും കൂടെ ഉണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇത് കടിക്കുന്ന പറ്റിയ പൈസ കൊടുത്ത് പിടിച്ച അവസ്ഥയാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്താൽ വേണമെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബർ ഒക്കെ കിട്ടും, ഫോളോവേഴ്സിനൊക്കെ. ശരിയാ, നമുക്ക് കുറച്ച് നല്ല ഡെസ്റ്റിനേഷൻ, കുറച്ച് ഹൈ റേഞ്ച് ഒക്കെ ഇല്ലേ, നമുക്ക് ബുള്ളറ്റിലൊക്കെ പോയാൽ. ബൈക്ക് റൈഡ്. ബുള്ളറ്റ് വേണോ? ബുള്ളറ്റോ ഏതെങ്കിലും ബൈക്ക് കുറച്ച് കാണാൻ നല്ല സ്റ്റൈലായിട്ട്. നേച്ചറും മല, പിന്നെ അവിടെ പോയിട്ട് കുക്ക് ചെയ്യുന്നൊക്കെ ആയിട്ട് ക്യാമ്പ് ഫയറോ ഐഡിയാസ് ഉണ്ട്. റംബൂട്ടാനാണല്ലോ വ്ളോഗില് വീരൻ. കൊള്ളാം. കൊള്ളാം. ചേച്ചി എന്താ വ്ളോഗാണോ? പുതിയ വ്ളോഗിലേക്ക് കുറച്ച് റംബൂട്ടാൻ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. റംബൂട്ടാനൊക്കെ വ്ളോഗ് എന്തായാലും വീഡിയോസ് ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. താങ്ക്സ്. അമ്മ സംസാരിച്ചില്ലേ എന്നോടോ? ഞാനും അമ്മയോട് സംസാരിച്ചുള്ള അവസ്ഥ എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ ചേട്ടനാണല്ലോ ഫുൾ ആരാധകര്. എന്ത് രസോ. അതൊക്കെ ശരിയാ. ഞാനും വിചാരിച്ചു അവൻ ഇത്രയും ഫാൻസ് ഉണ്ടാവുന്നു. ചേച്ചി നോക്കിയൊക്കെ ഫുള്ള് കമന്റ്സ് ചേട്ടനാ. ചേച്ചിയുടെ ഒത്തിരി കമന്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല. എനിക്കും കമന്റ്സ് ഒക്കെ ഉണ്ട്, കുറവാ, പക്ഷെ ചേട്ടനാ കൂടുതൽ. ഇത് നോക്കി ഞാൻ കാണിച്ചുതരാം. ഈ കമന്റ്സ് നോക്കി, ഇത് മൊത്തം എനിക്കുള്ള. അതിൽ ഇത് 2-3 അല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ താഴോട്ട് നോക്കിക്കോ, ഒക്കെ ചേട്ടനാ. കൂടുതല് അവനാ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് എന്നോടൊക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി, ചേട്ടൻ വ്ളോഗൊക്കെ എടുക്കാൻ തുടങ്ങിയോ, ചേച്ചിയാണോ വ്ളോഗ് എടുത്ത് കൊടുക്കുന്നതെന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ചേട്ടന്റെ വ്ളോഗാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അവർ 2 പേരും കൂടെ തുടങ്ങിയാന്നൊക്കെ പറഞ്ഞു. ചേട്ടനെ വിളിച്ചൊക്കെ അന്വേഷിച്ചു 3-4 പേര് എന്റെ അടുത്ത്. ചേട്ടന്റെ ഫ്രണ്ട്സ് ചേട്ടന്റെ ആരാധകരാന്നാ പറഞ്ഞത്. ചേട്ടനെ നല്ല രസമുണ്ട്, ചേട്ടൻ ഭയങ്കര കോമഡി ആണല്ലോ, അവര് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലോട്ട് ഒരു ദിവസം. അവൻ പിന്നെ അടിപൊളി ആണല്ലോ. എന്തായാലും ചേച്ചി ഇപ്പൊ ചേട്ടന് വ്ളോഗൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ നിൽക്കുന്ന പോലെ ചേട്ടൻ കയറിപ്പോ. എന്നാലും എനിക്ക് കുറച്ച് വീഡിയോ കൂടി എടുക്കാണ്ട്, ഞാൻ പോട്ടെ. നീ എന്ത് ഇവിടെ വന്നിരിക്കുന്നേ?
ചെയ്യണ്ടേ, വ്ലോഗ് ചെയ്യണ്ടേ? പ്ലാൻ ചെയ്തേക്കാണ്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വാ ഇങ്ങോട്ട്. വേണ്ടടാ, നീ ഒന്നും എടുക്കണ്ട. എടുക്കണ്ടെന്ന്? നമ്മളിനി വ്ലോഗ് എടുക്കുന്നില്ലെന്ന്. അതെന്താ നമ്മൾ എടുക്കാത്തെ? എനിക്കൊരു മൂഡില്ല. അങ്ങനല്ലല്ലോ അത് ഇയാള് പറഞ്ഞേ. എനിക്കിപ്പോ എടുക്കാൻ തോന്നുന്നില്ല. ഓ, കമന്റുകൾ എനിക്ക് നേരെ വന്നപ്പോ എനിക്ക് ഫാൻസ് ആയപ്പോ കുശുമ്പ്. എനിക്ക് കുശുമ്പൊന്നുമില്ല. ആണ്. കുറെ പെൺപിള്ളേരൊക്കെ കമന്റ് ഇട്ടപ്പോ സഹിക്കുന്നില്ല. അതല്ലേ നീ എന്തായാലും ആസ്വദിക്കുന്നുണ്ടല്ലോ. എന്ത്? എനിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. നല്ല സന്തോഷമുണ്ട്. നല്ല രസമല്ലേ ഇതൊക്കെ? ഞാൻ ആക്റ്റീവ് ആയതില്. ബാ. എനിക്ക് അത്ര രസം തോന്നുന്നില്ല. അല്ലേലും എനിക്കറിയായിരുന്നു. എനിക്ക് ഫാൻസ് ഒക്കെ ആയപ്പോ എന്നോട് ആരുമല്ലേ. കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം. എന്തായാലും ഞാൻ ഫോണൊക്കെ പുതിയത് മേടിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ ചെയ്യും. അപ്പൊ ഞാൻ ഇല്ല, നീ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കും അല്ലേ? എനിക്ക് എടുക്കാറില്ല. എടാ, ഇത് എന്റെ ഐഡിയ. ഞാനല്ലേ നിനക്ക് പറഞ്ഞു തന്നെ. ആ ഐഡിയയിലല്ല ഇവിടെ കാര്യം. ആര് കൃത്യമായി ചെയ്യുന്നുള്ളതല്ല കാര്യം. കൃത്യമായി ചെയ്തു. അപ്പൊ ഇത്ര ദിവസം ആരാ ചെയ്തേ കൃത്യമായി ചെയ്യാൻ? എന്നാ വാടോ, നമുക്ക് എടുക്കാം. ഇയാളെ കൊണ്ട് പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞു. എന്നാ ഞാൻ പോയി എടുത്തോ. എനിക്ക് പറ്റത്തില്ല. എടുക്കുന്നവരെങ്കിലും എടുക്കട്ടത്. എന്ത് കഷ്ടം പറയണത്. ഞാൻ ഇല്ലാണ്ടെങ്ങാനും നീ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കണ്ടാ? ചേടാ, അത് എനിക്ക് എടുക്കാൻ പാടില്ല. എന്റെ ഫാൻസ് വെയിറ്റിംഗ് ആണ് അവിടെ. ഇതൊക്കെ കുശുമ്പാ. ഗായ്സ്, ഇതേ കണ്ടോ പിരിഞ്ഞു പോകുന്നുണ്ടോ? ഒറ്റയ്ക്ക് കണ്ടോ എന്നെ ഇട്ടിട്ട് പോവാ. കണ്ടോ ഇനി ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വ്ളോഗ്. അതുകൊണ്ട് എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആയിരിക്കണം. നോക്കുന്നുണ്ടോ? എനിക്ക് ഫാൻസ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇനി ബാക്കി വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് അറിയിക്കുന്നതാണ്. ഓക്കെ, ബൈ. ഞാൻ എന്തോരം പറഞ്ഞെന്നറിയാവോ? അനുസരിക്കുന്നില്ല. രണ്ടുപേരും ചെയ്തേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിരിക്കാന്നേ. അന്നാ പെങ്കൊച്ചിന് ഇതിന്റെ പ്രാന്ത് കയറിയിട്ട് എന്ത് കഷ്ടപ്പെട്ടെന്നറിയാമോ ഞാൻ നിർത്തിച്ചത്. എന്റെ സുമതി അമ്മേ, നമ്മളെ കുടുംബത്തിലൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണോ? ഒന്നുമല്ലെങ്കിൽ നമുക്കൊരു മാനോ അഭിമാനം ഉള്ളതല്ലേ. ഇപ്പൊ ഫോൺ തുറക്കാൻ പറ്റുന്നുണ്ടോ? ഓരോ തള്ളച്ചികളും ഓരോ പെണ്ണുങ്ങളും വ്ളോഗാണ്, സബ്സ്ക്രിപ്ഷൻ ആണെന്നും പറഞ്ഞോണ്ട് നമുക്ക് തുറക്കാൻ വയ്യ. ഇനിയിപ്പോ ഇതുങ്ങളുടെതും കൂടെ നമ്മൾ കാണണമല്ലോ. എന്താ ഇപ്പൊ ചെയ്യണേ? പെണ്ണാ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞേ വരുന്നുണ്ട് ആ കുരിപ്പ്. ഞാൻ പിന്നെ വിളിക്കാവേ. അമ്മേ, ചേട്ടനും ചേച്ചിയേട്ടനും എല്ലാം ചെയ്തു. എന്ത്? അവരെന്തൊക്കെയോ പറഞ്ഞ് അടിയായി. ഞാൻ അങ്ങോടെ പോയിട്ട് ചേട്ടനാണ് ഇങ്ങനെ കൂടുതൽ കമന്റ്സ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ചേച്ചിക്ക് ഈഗോ അങ്ങ് വർക്കൗട്ടായി. അങ്ങനെ ചേച്ചിയും ചേട്ടൻ തമ്മിൽ അലപ്പായി. ഇപ്പൊ രണ്ടുപേരും രണ്ട് ദിക്കി നിൽക്കുന്നുണ്ട്. ആണാ? ഇനി അമ്മയായിട്ടൊന്നും പറയുന്നുണ്ട്. അവരെന്നായിട്ട് നിർത്തിക്കോളും. വെറുതെ നീ എന്നെ പറ്റിക്കാൻ നിൽക്കണ്ട. അതൊക്കെ അവര് വെറുതെ ആടി. അവര് കുറച്ച് കഴിയുമ്പോ അവരൊന്നാവും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അവിടെ പോയി നോക്കി രണ്ടുപേരും രണ്ട് ദിക്കിലപ്പോ. അവര് തീരുമാനിച്ച് ഉറച്ചിരിക്കാന്ന് പറഞ്ഞല്ലേ. പിന്നെ ഒരു തേങ്ങയില്ല. നമുക്ക് അവിടെ പോയി നോക്കി ചേട്ടനാ കമന്റ് കൂടുതല്. ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടന ആരാധകരുടെ ശല്യം കാരണം ചേച്ചിക്ക് ഈഗോ വർക്കൗട്ട്. അതെ, എന്റെ ശാപോ. അങ്ങനെ തന്നെ വേണം. എന്തായാലും ചേട്ടൻ ഭയങ്കര വിഷമത്തില്ല. ആണാ? ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് ചെന്നേ തന്നെ കണ്ടിട്ട് വരട്ടെ കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് എത്ര കമന്റുകൾ വന്ന് കിടക്കുന്നത്. എൻ്റെ ഫാൻസ് ഇത്ര ഉള്ളപ്പോൾ അവർക്ക് അഹങ്കാരം. ഞാൻ മഴ എഡിറ്ററാ, എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാം. ക്യാമറ ഞാൻ ചെയ്യും. 120 സബ്സ്ക്രൈബേഴ്സ് അല്ലേ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. അവളില്ലെങ്കിൽ ഇപ്പം എനിക്കെന്ത് അവള് പോട്ടെ. കുക്കിങ്ങിന്റെ കുക്കിംഗ് വേണ്ട. എന്താണ് നീ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? എന്നാ പറ്റി? ചുമ്മാ. എന്നാലും ഇപ്പൊ അവള് പറയാം അവള് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് എനിക്കറിയാലോ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ. ഞാൻ ചെയ്യും. കണ്ടന്റ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. നന്നായി. എന്ത് നന്നായി? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്തോ ഇതൊരുമിച്ച് പോകൂല. ഏത്? നിങ്ങളുടെ ഈ വ്ളോഗും കുന്തവും ഒക്കെ. അത് അവള് ഇങ്ങനെ പലതും പറഞ്ഞു. ഞാൻ ചെയ്യും. എന്തായാലും എനിക്കാണ്ട് ഫാൻസ് ആയി. എനിക്കാണ്ട് എത്ര ആരാധകരായി. ഇപ്പൊ എല്ലാം വെയിറ്റ് ചെയ്യും ആളുകൾ വീഡിയോക്ക്. നന്നായി. നീ ചെയ്യണോടാ. അവളില്ലെങ്കിൽ നീ ചെയ്യണം. ഞാൻ ചെയ്യും. അവളില്ലാണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവും. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ ഒരു ചെറിയ കാര്യം, ഈ വ്ളോഗിങ് പോലും നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചിന്തിക്ക്. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇവിടെ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാ ജാതകം പറഞ്ഞ ആ കണിയാൻ പറഞ്ഞ നീ ഓർക്കുന്നുണ്ടോ? അതൊന്നും അല്ല, അവള് വെറുതെ പറഞ്ഞതാ. പക്ഷെ അവള് വരുത്തില്ലെങ്കിൽ വേണ്ട, നമ്മൾ ചെയ്തോളാം. ചിന്തിക്ക്. വേണ്ടാന്ന്. അതിനോട് പോകാൻ പറഞ്ഞോലെ. ഇതൊക്കെ ഒരു അവസരമാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വലുതിലേക്ക് പോകുന്നത്. ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് വ്ളോഗ് എടുക്കാം.
വ്ളോഗ് എടുക്കാൻ ആ പുതിയൊരു കോൺസെപ്റ്റ് നിങ്ങൾ എവിടെയൊക്കെ നോക്കി ഷേ നമ്മൾ ഇന്നലെ ഒരു പ്ലാൻ ചെയ്ത അമ്മ ഇപ്പൊ വരെ എടാ ചപ്പാ ഇത് ശരിയാവൂല ഈ പെണ്ണ് അവനെയും കൊണ്ടേ പോവുള്ളൂ